എല്ലാ മനുഷ്യർക്കും അവരുടെ ഉള്ളിൽ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയായി മാറാനുള്ള പൊട്ടൻസി ഉണ്ടെന്ന് പറയെ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആളുകളും ശരാശരിയായി അവശേഷിക്കപ്പെടുന്നത്? കമ്പാരിറ്റീവ്ലി എക്സ്ട്രാ ഓർഡിനറിയായി നാം കാണുന്ന ആളുകൾ എന്തുകൊണ്ടാണ് എണ്ണത്തിൽ കുറവായിരിക്കുന്നത്? വെറും ശരാശരിയിൽ ഒതുങ്ങിപ്പോകാതെ ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിത്വമായി ജീവിതത്തിൽ വിജയിച്ചു കാട്ടിയ നമ്മുടെ തന്നെ റോൾ മോഡൽസിനെ പോലെ അഭിമാനത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ ചില ശീലങ്ങൾ നിങ്ങൾക്ക് കൂടെ കൂട്ടാനുണ്ട്. ഹാബിറ്റ് നമ്പർ 1, ഗെറ്റ് ഇൻ ടു ഡീപ്പ് വർക്ക്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഔട്ട്പുട്ട് നേടിത്തരുന്നത് എന്താണോ ആ വർക്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ ഫോക്കസ്ഡ് ആവുക, ഡിസ്ട്രാക്ഷൻസ് എല്ലാം വിദഗ്ധമായി ഇല്ലാതാക്കുക. നിങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിൻ്റെ സ്പീഡ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉയരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹാബിറ്റ് നമ്പർ 2, ഒപ്റ്റിമൈസ് യുവർ ടൈം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള സമയമാണ്. സോ ആ സമ്പാദ്യത്തെ വിവേകത്തോടെ ചിലവഴിക്കുക, സൂക്ഷ്മതയോടെ സംരക്ഷിക്കുക. ഓരോ ദിവസവും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾ ചെലവിടാൻ പോകുന്ന സമയത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവുക. പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ അല്ലാത്തതിന് വേണ്ടിയും നിങ്ങൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള സമയത്തെപ്പറ്റിയും വ്യക്തമായ ധാരണ മനസ്സിൽ സൂക്ഷിക്കുക. ശേഷം വിവേകത്തോടെ തീരുമാനമെടുക്കുക. ഞാൻ എവിടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്, ഏതിലാണ് എൻ്റെ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏറ്റവും ഒടുവിൽ എങ്ങനെ എനിക്ക് ടൈം മാക്സിമം യൂസ് ചെയ്യാം എന്നൊക്കെ. ഹാബിറ്റ് നമ്പർ 3, ലുക്ക് അറ്റ് ദി തിങ്സ് ഡയഗ്നോസ്റ്റിക്കലി. നമ്മുടെ നെഗറ്റീവായ ആസ്പെക്റ്റുകളെ മാത്രം ആലോചിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വെറുതെ വേസ്റ്റ് ആക്കാതെ നമുക്ക് മുൻപിലുള്ള സാധ്യതകൾ വ്യക്തമായി പരിശോധിച്ച് അവയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കെങ്ങനെ കൂടുതൽ ബെറ്റർ ആകാൻ സാധിക്കും, എൻ്റെ ദുശീലങ്ങളെ എനിക്കെങ്ങനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, എൻ്റെ പേഴ്സണാലിറ്റി പോസിറ്റീവ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എല്ലായ്പ്പോഴും എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുൻപിലുള്ള കുറേ റെഡ് സിഗ്നലുകൾ ഗ്രീൻ സിഗ്നലുകൾ ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഹാബിറ്റ് നമ്പർ 4, ബി റിസോഴ്സ്ഫുൾ. പലപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്, എനിക്കിതിനൊന്നുമുള്ള സോഴ്സ് ഇല്ല, എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്നുള്ള ചില എക്സ്ക്യൂസസ്. പക്ഷേ ഞാൻ പറയും, വിരൽ തുമ്പിലാണ് നമ്മുടെ അറിവുകൾ ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും സംശയമുണ്ടോ, ഗൂഗിൾ ചെയ്യുക. എന്തെങ്കിലും കാര്യത്തിൽ വ്യക്തത കുറവുണ്ടോ, എക്സ്പ്ലനേഷൻസ് യൂട്യൂബിൽ പരിശോധിക്കുക. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കണോ, നിങ്ങൾക്ക് ഓൺലൈനായി ജോലി ചെയ്യണോ, അനന്തമായ സാധ്യതകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ അവശേഷിക്കുകയാണ്. അപ്പോൾ നാം എങ്ങനെയാണ് പറയുന്നത് നമുക്ക് മുൻപിൽ സോഴ്സുകളില്ലെന്ന്? സോഴ്സുകൾ നമുക്കുണ്ട്. ഉള്ള സോഴ്സുകളെ അതിൻ്റെ മാക്സിമം യൂസ് ചെയ്ത് തുടങ്ങുക. ഹാബിറ്റ് നമ്പർ 5, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പലപ്പോഴും നാം കേട്ടിട്ടുണ്ടാകും, മരിച്ചു പണിയെടുക്കുക, രാജാവിനെ പോലെ ജീവിക്കുക എന്നൊക്കെ. പക്ഷേ ആ ഒരു മെസ്സേജിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. രാവന്തിയോളമുള്ള വിശ്രമമില്ലാത്ത നമ്മുടെ അധ്വാനം നമുക്ക് ഒരിക്കലും സക്സസ് മാത്രമല്ല തരിക, കൂടെ ഒരുപാട് ക്ഷീണവും നഷ്ടപ്പെട്ടു പോയ നല്ല മൊമെൻറ്റ്സുകളെ ഓർത്തുള്ള കുറ്റബോധവുമാണ്. ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആവശ്യ സമയങ്ങളിൽ റെസ്റ്റ് എടുത്ത് ആവശ്യത്തിന് ഉറക്കം, അതുപോലെ പ്രോപ്പർ ഡയറ്റ് ഇതെല്ലാം ഉണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കുക. ആൻഡ് സക്സസ് വിൽ ഫോളോ യു. ഹാബിറ്റ് നമ്പർ 6, റീഡ് ക്വാളിറ്റി ബുക്സ്. നിങ്ങളൊരു നല്ല പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ പതിറ്റാണ്ടുകളുടെ അറിവാണ്, റിസോഴ്സുകളാണ് നിങ്ങൾക്ക് മുൻപിൽ തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊരു പുസ്തകത്തിനായി നിക്ഷേപിക്കുന്ന പണവും സമയവും എപ്പോഴും വ്യർത്ഥാണെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന അനന്തമായ അറിവ്, നിങ്ങളെ കൂടുതൽ ബോധ്യങ്ങളുള്ള മനുഷ്യരാക്കുന്ന ആ സമയം, അത് വിലമതിക്കാനാവാത്തതാണെന്ന് മനസ്സിലാക്കുക. ആസ് എ സമ്മറി, ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറിയായി മാറിയ ആളുകളിൽ കോമണായി കണ്ടിട്ടുള്ള ഹാബിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ ശ്രമിച്ചത്. ഈ ശീലങ്ങൾ ജീവിതത്തിൽ കൂടെ കൂട്ടുന്നത് വഴി എക്സ്ട്രാ ഓർഡിനറി എന്ന പദം നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളും ചേർത്ത് വയ്ക്കുകയാണ്. സോ ബി ആൻ എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്റ്സ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ് ഫ്രീക്ക്.